പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തായാലും നിങ്ങൾ എല്ലാവരും ആമേൻ പറഞ്ഞ് ഇത് സ്വീകരിക്കാൻ തുടങ്ങി എന്ന് ഞാൻ ഈ അടുത്ത നാളുകളിൽ മനസ്സിലാക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് വലിയൊരു കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇത് വലിയൊരു കൂട്ടായ്മയാണ്. അതിനകത്ത് പിന്നെ ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാരച്ചൻ്റെ നേതൃത്വം, പിന്നെ അതേപോലെ തന്നെ സഹിയോനിലെ എല്ലാ വൈദികർ, അതുപോലെ തന്നെ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സിയിലെ വൈദിക വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അഭിഷേകാഗ്നി സിസ്റ്റേഴ്സിൻ്റെ ആ സമൂഹത്തിലെ എല്ലാ സിസ്റ്റേഴ്സും സഹോദരികളും, അതുപോലെ തന്നെ സെഹിയോനിലും AFCMലും അതേപോലെ തന്നെ സെഹിയോൻ മിനിസ്ട്രീസിലൊക്കെയുള്ള എല്ലാ ശുശ്രൂഷകരും, ഇതൊക്കെ ചേർന്ന വലിയൊരു കൂട്ടായ്മയാണ് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് പുറകിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ ഇതിനു വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പ്രത്യേകിച്ച് ശനിയാഴ്ചകളിലൊക്കെ നിങ്ങൾ ഓരോരുത്തരും ഉപവാസം എടുത്ത് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ്. കൂട്ടായ്മ ദൈവത്തിൻ്റെ വലിയ ഒരു ബലമാണ്, വലിയ ശക്തിയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ട് വലിയൊരു അടുപ്പവും ബന്ധം നമ്മൾ നന്നായിട്ട് കീപ്പ് ചെയ്യണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്ന പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, ഒരു വ്യക്തിയും കൂടെയാണ്. ഒരേ സമയം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയും അതേപോലെ തന്നെ ശക്തിയുമാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മ ശക്തിയാൽ എന്ന് നമ്മൾ പറയും, റുഹാദ് കുദിശ അല്ലേ, പരിശുദ്ധാത്മ ഒരു വ്യക്തിയും കൂടെയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പരിശുദ്ധാത്മാവുമായൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ പുലർത്തണം. പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ ശുശ്രൂഷയുടെ തുടക്കത്തിൽ പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ ആരാധിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് വലിയ വലിയ അഭിഷേകങ്ങളും കൃപകളും നമ്മുടെ ജീവിതത്തിൽ തുടരും. കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ കൃത്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. 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 ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെല്ലാം ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അപ്പസ്തോലന്മാർ ആരാധിച്ചതുപോലെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ ഉജ്ജ്വലിക്കണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. അപ്പസ്തോല ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കും. വലിയ സന്തോഷത്തോടെ അപ്പസ്തോല ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കും. കുട്ടികളൊക്കെ കൈയടിച്ച് മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കും. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കട പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റി, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണം. ചെങ്കട പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റി, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോല ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ആത്മാവിൽ ബലം വളർന്ന് ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്
ഓ പരിശുദ്ധാത്മാവേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, കൃപ നൽകണമേ, അഭിഷേകം നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ, ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ, ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. കൈകൾ ഉയർത്തി നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി, നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, പുതിയൊരു നദിയായി, നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി, നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി, നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി, നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ. കൈകൾ ഉയർത്തി സ്തുതിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോലന്മാർ രാത്രികാലം ആരാധിച്ചപ്പോൾ ആവസിച്ച പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ആരാധിക്കുന്ന സമൂഹത്തിന്റെ മേൽ വലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഹൃദയത്തിൽ ഉച്ഛലിക്കട്ടെ എന്ന് പ്രതിസന്ധികളുടെ നടുവിൽ അപ്പസ്തോലന്മാർ ജയിലകളായപ്പോൾ ഭൂമിയുടെ അടിത്തറ കുലുങ്ങുമാറ് ദൈവജന സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ചങ്ങലകളെ ഭേദിച്ച് ജയിലകൾ ഇറങ്ങിയ പരിശുദ്ധാത്മാവേ, യേശുവേ ആരാധന, ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വലിയ പരിശുദ്ധാത്മ കൃപയിൽ വലിയ ആത്മാവിന്റെ ജ്വലനത്തോട് കൂടെ നമുക്കിരിക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വേഗം ബൈബിളൊക്കെ എടുത്തോ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നമ്മെ അടുത്തറിയുന്നവർ അറിയേണ്ടത്. അവരൊക്കെ പറയാം ഹല്ലേലൂയ. Hallelujah. ചെറിയ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയാറുണ്ട്, കൂടെ കിടക്കുന്നവർക്കാണ് രാപ്പനി അറിയാവുള്ളൂ. ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ രാത്രി കാലങ്ങൾ പനിക്കുമ്പോൾ അപ്പോൾ അത്രയും അടുത്ത് കിടക്കുന്നവർക്ക് അതറിയാൻ പറ്റും. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അത്ര അടുപ്പമുള്ളവർ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടുക എന്നുള്ളത് മനുഷ്യൻ്റെ ആഗ്രഹമാണ്, അല്ലേ? ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കാനുണ്ടായിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് നമ്മളെ എന്താണ് നമ്മളൊന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ, ആരെങ്കിലും ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാനുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിൽ ഒരുപാട് സങ്കടപ്പെടുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള പലരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ദൈവവചനപ്രകാരം നമ്മളുടെ അടുത്തുള്ളവർ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു മറുവശമുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ അടുത്തറിയേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർ അടുത്തറിയേണ്ടതുമായ ചില സംഗതികളുണ്ട്. വളരെ മനോഹരമായ വചനമാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 10-11 തിരുവചനങ്ങൾ. 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 10 and 11. ഞാൻ പഠിപ്പിച്ച സത്യങ്ങളും എൻ്റെ ജീവിത രീതിയും ലക്ഷ്യവും വിശ്വാസവും ക്ഷമയും സ്നേഹവും സ്ഥൈര്യവും നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ്ലീഹായുടെ വ്യക്തിബന്ധങ്ങളെല്ലാം വലിയ ആഴമുള്ള വ്യക്തിബന്ധങ്ങളാണ്. തിമോത്തിയുണ്ട്, തിമോത്തേയോസ് ഉണ്ട്, ഫിലമോൻ എന്ന് പറഞ്ഞ ഒരുപാട് വ്യക്തികൾ ബൈബിളിൽ അങ്ങനെ പൗലോസ്ലീഹായുടെ വളരെ വളരെ എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരേ ആത്മാവിൽ ഒരേ ഐക്യത്തിൽ അടുത്തറിയാവുന്നവർ.
എൻ്റെ സഹോദരങ്ങൾ, അപ്പോൾ തിമോത്തിയോസിനോട് വളരെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്. ഒരു 7 കാര്യങ്ങളാണ് പൗലോസ്ലീഹ പറയുന്നത്. എൻ്റെ കൂടെ ഇത്ര കാലം ജീവിച്ചിട്ട്, നമ്മൾ ഒരുമിച്ച് ഇത്രയും വർഷങ്ങൾ ജീവിച്ചിട്ട് ഈ 7 കാര്യങ്ങൾ നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്ലീഹ ഓർമ്മിപ്പിക്കുക. ഏതൊക്കെയാണ് 7 കാര്യങ്ങൾ? 1, പൗലോസ്ലീഹ പഠിപ്പിച്ച സത്യങ്ങൾ. 2-മത്തേത് പൗലോസിൻ്റെ ജീവിത രീതി. 3-മത്തേത് സ്ലീഹായുടെ ലക്ഷ്യം. 4-മത്തെ സ്ലീഹായുടെ വിശ്വാസം. 5-മത്തേത് അപ്പസ്തോലന്റെ ക്ഷമ. 6-മത്തേത് പൗലോസ്ലീഹായുടെ സ്നേഹം. 7-മത്തേത് സ്ഥൈര്യം. ഇത്രയും നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. 7 കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവർ അറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില പ്രധാന വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായി, നമ്മുടെ കഴിവുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുത്തു, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, ഇതൊക്കെ പലരും അറിയണമെന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. വേറെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തൽ, ഞെരുക്കപ്പെടൽ, അപവാദങ്ങൾ, മാറ്റി നിർത്തപ്പെടൽ, അവഗണിക്കപ്പെടൽ, ഇതൊക്കെ ഉണ്ടായത് ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയണമെന്നുള്ളതാണ് നമ്മുടെ പലരുടെ ആഗ്രഹം. കുഴപ്പമൊന്നുമില്ല, മനുഷ്യരാണ്, മനുഷ്യ സഹജമായ സംഗതിയാണ്. പക്ഷേ വചനത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവവൈതലേ, അതായത് നമ്മുടെ കൂടെ ജീവിക്കുന്നവർ അറിയേണ്ട ചില കാര്യങ്ങൾ, മറ്റും നമ്മൾ അറിയുന്ന 1 പഠിപ്പിച്ച സത്യങ്ങൾ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ കൂടപ്പിറപ്പുകളെ, നമ്മുടെ മാതാപിതാക്കന്മാർ തുടങ്ങി മക്കൾ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ, കോളേജിൽ പഠിക്കുന്നവർ, അല്ലെങ്കിൽ സെമിനാരി വിദ്യാർത്ഥികൾ, സിസ്റ്റേഴ്സ് പഠിക്കുന്ന കുട്ടികൾ, ഇടവകളിലെ ജനം, വികാരിയച്ഛൻ, സിസ്റ്റർമാർ, സമസ്ത മേഖല, എൻ്റെ സഹോദരങ്ങളെ, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നമുക്കൊരു ഉത്തരവാദിത്വം. സഭയുടെ ദൗത്യമാണ് പഠിപ്പിക്കുക. പ്രബോധന അധികാരം സഭയുടെ, സംശയമില്ല. പക്ഷേ ഈ വചനങ്ങൾ, സഭ പറയുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ചിലപ്പോൾ കുട്ടികളെക്കുറിച്ചൊക്കെ കാരണന്മാർ പറയില്ലേ, ഞാൻ എൻ്റെ കൊച്ചിനെ ഇത്ര വരെ പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നല്ല ലോകത്തിൻ്റെ ഭാഷയിലുള്ള നല്ല എഡ്യൂക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാം നല്ലത് തന്നെ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ദൈവപൈതലെ പഠിപ്പിക്കേണ്ട കാര്യം പഠിപ്പിച്ചോ? സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം നമുക്ക് വായിക്കാം. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശൈശവം എന്ന് പറയുന്നത് ഒരു കൊച്ചിൻ്റെ ഏറ്റവും ചെറിയ കാലഘട്ടം. ശൈശവം, ശിശു. ആ സമയത്ത് ആ കൊച്ചു നടക്കേണ്ട വചനത്തിൻ്റെ വഴി അതങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടത്. വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുകയാണ്, അതായത് എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, വാട്സപ്പിൽ ചെറിയ ടോക്ക് ഇടുന്നുണ്ട്, 5 മിനിറ്റ് ടോക്ക്. നിങ്ങൾ കുറേ പേരെ കാണുന്നുണ്ടായിരിക്കും. അപ്പം അതിനകത്ത് ഞാൻ എല്ലാത്തിലും എൻ്റെ കുഞ്ഞുങ്ങളെ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളിങ്ങനെ വിളിക്കും. അപ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ വന്നിരുന്ന് ഇതെല്ലാം കേൾക്കും. അപ്പോൾ ചില ആൾക്കാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് വല്ല കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുമോ? ഈ വചനം ഇത്രയും വലിയ വചനമൊക്കെ കുഞ്ഞുങ്ങൾക്ക് തന്നെ മനസ്സിലാവും, വെറുതെ കുഞ്ഞുങ്ങളെ വിളിക്കുന്നത് എന്തിനാന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ ഓർക്കാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുങ്ങൾക്ക് അതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും ശരി, ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ, ദൈവത്തിൻ്റെ കാര്യത്തോടുള്ള ഒരു കൃപ അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾ ചെറുപ്പം തന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം ഉള്ളിൽ പ്രവേശിക്കുകയാണ്. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ വഴിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ നമ്മള്. അങ്ങനെ ചെയ്താൽ വാർദ്ധക്യത്തിൽ വ്യതിചലിക്കുകയല്ല. അത് എത്രയോ സത്യമാ. ദാനിയേൽ പ്രവചനം 13:3, ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 13:3. സൂസന്നയാണ് കഥാപാത്രം. അവളുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു. മോശയുടെ നിയമം അനുസരിച്ച് അവർ തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, വലിയ പാപ സാഹചര്യങ്ങൾ വന്ന് ആ ന്യായാധിപനെ പാപം ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന സമയത്ത് സൂസന്നെ വീണു പോയില്ല. എന്താ കാരണം? മാതാപിതാക്കന്മാർ ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി, വചനത്തിൻ്റെ വഴി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് യൗവനത്തിനാണെങ്കിലും വാർദ്ധക്യത്തിന് അതിന് വ്യതിചലിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളെ അടുത്തറിയുന്നവരറിയേണ്ടത് നമ്മൾ പഠിപ്പിക്കുന്ന നിത്യജീവന്റെ സത്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. നല്ല കാര്യം തന്നെ, കൂട്ടുകാർക്ക് അങ്ങനെ ചെയ്യണം. പക്ഷെ അവന് രക്ഷ കിട്ടാനുള്ള കാര്യങ്ങൾ കൂടെ പഠിപ്പിക്കുന്നുണ്ടോ? 2 തിമോത്തി 3:15, 2 തിമോത്തി ചാപ്റ്റർ 3:15. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന്
നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതം നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. പൗലോസ് പറയാ. അപ്പൊ തിമോഥെയോസിന്റെ ബാല്യകാലം, ചെറുപ്പകാലം മുതൽ തന്നെ എങ്ങനെയാ വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കാനുള്ള അതിന് നിനക്കൊരു ജ്ഞാനം വേണം. ഇന്ന് അനേകം ചെറുപ്പക്കാർ പറയാണ് പ്രാർത്ഥിച്ചിട്ട് എന്താണ് കാര്യം? അതിന് വിശ്വാസമില്ല, കാരണം ജ്ഞാനം കിട്ടിയിട്ടില്ല. എന്നാൽ ബാല്യകാലം മുതൽ അത് പഠിപ്പിക്കണം. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങളൊരു വിദേശ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തിൽ എവിടെയെങ്കിലും ആയിരിക്കട്ടെ, കുറച്ച് ആൾക്കാർ ഇടയിൽ താമസിക്കുകയാണ്, ഹോസ്റ്റലിൽ താമസിക്കുകയാണ്, ജോലി സ്ഥലത്ത് താമസിക്കുകയാണ്. ഈ അപ്പസ്തോലൻ എന്താ ചെയ്യുന്നത്? അപ്പസ്തോല പ്രവർത്തനം 18:11 പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ 1 വർഷവും 6 മാസവും താമസിച്ചു. പൗലോസ്ലിഹയുടെ പ്രത്യേകത എന്താ? പൗലോസ്ലിഹ സ്വന്തം കൈകൊണ്ടാണ് അധ്വാനിക്കുന്നത്, ജോലി ചെയ്യാണ്, വർക്ക് ചെയ്യാണ്. അങ്ങനെ ആ സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്ന സമയത്ത് പൗലോസ്ലിഹ ചെയ്യുന്ന കാര്യം, ഈ ജോലി ചെയ്ത പൗലോസ്ലിഹയ്ക്കുള്ള അന്നത്തിനുള്ള വകയുണ്ടാക്കുന്നതിൻ്റെ ഒപ്പം ദൈവവചനം കൊണ്ട് ആൾക്കാരെ പഠിപ്പിക്കുക. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, സഭയാണ് പഠിപ്പിക്കേണ്ടതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ നമുക്കും കൂടി അതിനൊരു കടമയുണ്ട് സഭാംഗങ്ങൾ എന്നതിൽ. പക്ഷേ പലപ്പോഴും പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാവോ? പലപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ഈശോ നിശിതമായ ഭാഷയിൽ ഈശോ സംസാരിച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിന് 9-ാം തിരുവചനത്തിൽ അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ ഓരോരോ കൾച്ചറുകൾ, ഓരോരോ പാരമ്പര്യങ്ങൾ, അങ്ങനത്തുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ എന്ത് ഉത്സാഹമാ! അതൊക്കെ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, അതൊക്കെ കൾച്ചറിൻ്റെ ഭാഗമാണ്, അല്ലേ? അങ്ങനത്തെ മോഡേൺ ന്യൂ ട്രെൻഡുകൾ പഠിപ്പിക്കാനും അത് കൂട്ടത്തിൽ നേർന്നു തരണം എത്ര ഉത്സാഹമാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കണം, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർ നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം, എന്തുമാത്രം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതേപോലെ തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്തുമാത്രം കാര്യങ്ങളെ പഠിപ്പിച്ചത്, എന്താണ് പഠിപ്പിച്ചതെന്ന് ചിന്തിക്കണം. അവരൊക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് പൗലോസ്ലിഹ പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ജീവിത രീതി നീ അടുത്തറിഞ്ഞിട്ടുള്ളതാണല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളെ കൂടെ ജീവിക്കുന്ന, നമ്മളോട് ബന്ധമുള്ള മനുഷ്യര് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ദ സ്റ്റൈൽ ഓഫ് ലൈഫ്, ജീവിത രീതി അടുത്തറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എസ്തേറിന്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 5-ാം തിരുവചനം, ബുക്ക് ഓഫ് എസ്തേർ ചാപ്റ്റർ 13:5, ഈ ജനത മാത്രം എല്ലാ മനുഷ്യർക്കും എതിരായി എക്കാലവും വഴി പിഴച്ച വിചിത്ര ജീവിത രീതിയും നിയമങ്ങളും പുലർത്തുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ യഹൂദ മതം, അല്ലേ? ക്രിസ്ത്യാനിക്കും യഹൂദ മതം, ഈ യഹൂദ മതത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ച് ബാക്കിയുള്ള സകല ആൾക്കാരും പറയുന്ന കംപ്ലൈന്റ് എന്നറിയാം, ഹേ, ഈ കൂട്ടർ മാത്രം സാധാരണ മനുഷ്യർ ജീവിക്കുന്ന പോലെ അല്ലല്ലോ ഇവന്മാർ ജീവിക്കുന്നേ. അല്ല, നാടോടുമ്പോൾ നടുവ ഓടുന്നവൻ അല്ല ക്രിസ്ത്യാനി. ചേര തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ ചേരയുടെ നടുപുറം തിന്നുന്നവൻ അല്ല ക്രിസ്ത്യാനി. ക്രിസ്ത്യാനിത ജീവിത രീതിയുണ്ട്, അത് മറ്റു ജനതകളിൽ നിന്ന് വ്യത്യസ്തമാണ്. എല്ലാത്തിൻ്റെ കൂടെ അങ്ങനെ കൂടെ കുഴഞ്ഞ് ജീവിക്കാനുള്ളവനല്ല ക്രിസ്ത്യാനി. അത് അന്നും ഇന്നും വ്യത്യാസമില്ല, അത് വെള്ളം ചേർത്തൊരു ജീവിതം അല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിത രീതിയിൽ വ്യത്യാസമുണ്ട്, നമ്മുടെ ജീവിത രീതിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഭൂരിപക്ഷത്തിന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുന്നവനല്ല ക്രിസ്ത്യാനി, അവൻ ദൈവവചനത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാണ്. അതിന് കാരണമുണ്ട്. എന്താ കാരണം എന്നറിയാവോ? ജെറമിയ പ്രവചനത്തിൽ 17-ാമത്തെ അധ്യായത്തിന്റെ 10-ാം തിരുവചനം കർത്താവിന്റെ ആത്മ വെളിപ്പെടുത്തുകയാണ്, ഓരോ മനുഷ്യനും അവന്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ചാണ് പ്രതിഫലം നൽകുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിത രീതി എന്താണ് അതിനനുസരിച്ചാണ് പ്രതിഫലം. അതുകൊണ്ട് ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികൾ പലപ്പോഴും നമ്മുടെ ജീവിത രീതി കണ്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. വെളുപ്പിനെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്ന ഒരു ജീവിത രീതിയാണ്, വൈകുന്നേരം സന്ധ്യ പ്രാർത്ഥന വേറൊരു ജീവിത രീതിയാണ്, മദ്യപിക്കാതിരിക്കുക ഒരു ജീവിതത്തിലെ സ്റ്റൈൽ ഓഫ് ലൈഫാണ്, ജീവിത രീതിയാണത്. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെ നമ്മുടെ ജീവിത രീതി അടുത്തറിയണം. പലപ്പോഴും നമ്മുടെ ചുറ്റും നോക്കുക, ഏതൊക്കെ ജീവിത രീതികൾ അറിഞ്ഞിരിക്കുന്നത്, ഏതാണ് ലോകത്തിന്റെ ട്രെൻഡ്, ആ ട്രെൻഡിനനുസരിച്ച് പോകുന്ന ലൈഫ് സ്റ്റൈൽ വലിച്ചു കയറ്റി വെക്കുമ്പോൾ എത്ര ആത്മാക്കളാണ് അങ്ങോട്ട് വീണ് പോണത്.
പത്രോസ് ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ 18-ാം തിരുവചനം, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് പഴയ ചില ജീവിത രീതികൾ, വ്യർത്ഥമായ ജീവിത രീതികൾ മാറ്റണം. പുതിയ ജീവിതത്തിന്റെ സ്റ്റൈലുകൾ വരണം. എഫേസ്യർ ലേഖനം 4:22, നിങ്ങളുടെ പഴയ ജീവിതത്തിന്റെ രൂപം കൊണ്ട് വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിഞ്ഞു കളയണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, Praise the Lord. അതിന്റെ കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാലഘട്ടം കഴിയുമ്പോൾ ന്യായവിധിക്ക് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജീവിത രീതികളോട് നമുക്ക് തന്നെ ഒരു വെറുപ്പ് തോന്നുന്ന സമയം വരും. അങ്ങനെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്യായവിധിക്ക് നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോ പ്രൈസ് ദി ലോർഡ്, Praise the Lord. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുക, പൗലോസ്ലീഹ പറയുന്ന കേൾക്കണം എൻ്റെ സഹോദരങ്ങളെ. ഫിലിപ്പി ലേഖനം 3:17, സഹോദരരെ, നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരുടെ കൂടെ ചേരുവിൻ, ഞങ്ങളുടെ മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ട് പഠിക്കുവിൻ. സ്ലീഹ പറയുക, എന്തൊരു ധൈര്യമാ എന്നെ അനുകരിക്കാൻ, അല്ലേ? ഞങ്ങളുടെ മാതൃക ജീവിത രീതി കണ്ട് ജീവിക്കുന്നവരെ പഠിക്കാൻ. പ്രൈസ് ദി ലോർഡ്, Praise the Lord. കാരണം എന്താ? 1 കൊരിന്ത്യർ 11:1, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിപ്പിക്കണം. കാരണം പൗലോസ്ലീഹ ക്രിസ്തുവിന്റെ ജീവിത സ്റ്റൈലാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരൻ, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ, അത് ആര് തന്നെയാണെങ്കിലും, അവരെ ലൈഫ് സ്റ്റൈല് വചനത്തിന് വിരുദ്ധമാണെങ്കിൽ അതല്ല അനുകരിക്കേണ്ടത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ക്രിസ്തുവിനെ അനുകരിക്കാന്ന് പറഞ്ഞാൽ അതിനകത്ത് കാര്യമുണ്ട്. 1 പത്രോസ് 2:21, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2:21, ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, Praise the Lord. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ചില മാർഗം എന്ന് പറയുന്ന കുരിശിന്റെ വഴിയാണ്, സഹനത്തിന്റെ വഴിയാണ്, സഹനത്തിന്റെ മാർഗമാണ്, ക്ലേശത്തിന്റെ വഴിയാണ്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഇല്ല. ലോകത്തിന്റെ ദൃഷ്ടിയിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ജീവിത സ്റ്റൈലാണ് ലോകം തരുന്നത്. അതല്ല നമ്മുടെ സ്റ്റൈൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, Praise the Lord. മൂന്നാമത്, നമ്മുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും അവർ മനസ്സിലാക്കേണ്ടതും, മൂന്നാമത്തേത് നമ്മുടെ ലക്ഷ്യമാണ്. പ്രൈസ് ദി ലോർഡ്, Praise the Lord. പഠിപ്പിച്ച സത്യങ്ങൾ, ജീവിത രീതി മൂന്നാമത്തെ ലക്ഷ്യമാണ്. പൗലോസ് കൊരിന്ത്യർ സ്നേഹത്തെ വെളിപ്പെടുത്താണ്. 1 കൊരിന്ത്യർ 9:26, ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 9:26, ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെ അല്ല, ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയും അല്ല. പ്രൈസ് ദി ലോർഡ്, Praise the Lord. അപ്പോൾ പൗലോസ്ലീഹയ്ക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ട്. ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ലക്ഷ്യമില്ലാത്ത ഒരുപാട് വ്യക്തികളെ കാണുന്നുണ്ട്. പൗലോസ്ലീഹ കൃത്യ ലക്ഷ്യമുണ്ട് സ്ലീഹായിക്ക്. സ്ലീഹ പറയുകയാണ് ഹെബ്രായ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിന്റെ 15-16 തിരുവചനം, ഹീബ്രൂസ് ചാപ്റ്റർ 11:15-16, തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങി ചെല്ലുവാൻ അവസരമുണ്ടായി. ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയവും ആയതിനെ ലക്ഷ്യം വയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്, Praise the Lord. അപ്പൊ പഴയ നിയമത്തിൽ ഈജിപ്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മടങ്ങി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന പലരും അവിടെ വീണു പോവാണ്. എന്നാൽ നമുക്കുള്ളൊരു സ്വർഗീയ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് ലക്ഷ്യം വെക്കേണ്ടത്. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് പിന്നിലുള്ള പലതും വിട്ടിട്ട് അതിനെ ലക്ഷ്യം വെച്ച് ഓടണം. അവിടെ ഇവിടെ തങ്ങി നിൽക്കരുത്. നമ്മുടെ ലക്ഷ്യം ക്ലിയർ ആക്കണ്ടേ സഹോദരങ്ങളെ? ഫിലിപ്പി ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 13-14 തിരുവചനങ്ങൾ, സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ഇതെന്താ? യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പൗലോസ്ലീഹായെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് പിന്നിലുള്ളതൊക്കെ വിടുകയാണ്, ലോകത്തെ ഉപേക്ഷിക്കുകയാണ്, സൈഡിലുള്ളവരിലേക്ക് നോക്കുന്നില്ല.
അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ജീവിതത്തിൽ കുറച്ച് ക്ലേശങ്ങളും കുറച്ച് പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഇവിടെ തട്ടിമുട്ടി നിൽക്കരുത്. ജീവിതത്തിൽ കുറെ അനുഗ്രഹങ്ങൾ വരുമ്പോൾ അവിടെയും തട്ടിമുട്ടി നിൽക്കരുത്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് നമ്മുടെ ലക്ഷ്യം. കൊരിന്തോസ്യർക്കത് 2-ാമത്തെ ലേഖനത്തെ 4-ാമത്തെ അധ്യായത്തിന്റെ 17-18 തിരുവചനങ്ങൾ. 2 Corinthians chapter 4 verse 17 and 18. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്നിട്ട് പറയാണ്, ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരൻ, ഈ ലോകത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം? അദൃശ്യമായ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടണം. 2 തിമോത്തി 2:22 അതിന് ചേർന്ന വചനമുണ്ട്. അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുക, പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം വെക്കണം. സമാധാനം കിട്ടാൻ വേണ്ടി മദ്യപിച്ചിട്ട് എങ്ങനെ സമാധാനം കിട്ടുന്നത്? ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. 1 Corinthians 14:1 സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഈ ലക്ഷ്യമാർത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. ഏത് ജീവിതാതിശയപ്പെട്ട ആളും തോന്നുന്നുണ്ടോ? 4-ാമത്, നമ്മളെ അടുത്തറിയുന്നവർ അറിയേണ്ടത് നമ്മുടെ ക്ഷമയാണ്. അനേകം പേർ അറിയേണ്ടത്. അതാണ് ശ്ലീഹ പറയുന്നത്. ഞാൻ പഠിപ്പിച്ച സത്യങ്ങൾ, അതേപോലെ എൻ്റെ ജീവിത രീതി, എൻ്റെ ലക്ഷ്യം, ക്ഷമ, ഇതൊക്കെ നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പി ലേഖനം 4:5 കർത്താവിന്റെ ആത്മ വെളിപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാ മനുഷ്യരും അറിയേണ്ടത് എന്താ? നമ്മുടെ ക്ഷമാശീലം. പലപ്പോഴും നമ്മുടെ ദേഷ്യം എല്ലാവർക്കും അറിയാം, നമ്മുടെ പൊട്ടിത്തെറി എല്ലാവർക്കും അറിയാം, നമ്മുടെ എടുത്തുചാട്ടി എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മുടെ ക്ഷമാശീലം എത്ര പേർക്കറിയാം? എന്നാൽ ദൈവം നോക്കുന്ന അതാണ്. വെളിപാട് പുസ്തകത്തെ 2-ാമത്തെ അധ്യായത്തിന്റെ 2-ാം തിരുവചനം, നിന്റെ പ്രവർത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചിന്തിച്ചു നോക്ക്. വിശുദ്ധ എസ്തപ്പാനോസിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കുടെ മനസ്സിൽ എന്താ ഓർമ്മ വരുന്നത്? ക്ഷമാശീലമല്ലേ? ആ എസ്തപ്പാനോസ് കാണിച്ച ക്ഷമയല്ലേ ഓർമ്മ വരുന്നത്? പൂർവ്വ ജോസഫിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താ മനസ്സിൽ ഓർമ്മ വരുന്നത്? ജോസഫിനെ നശിപ്പിക്കാൻ പോയ സഹോദരന്മാരുടെ മുമ്പിൽ ജോസഫ് കാണിക്കുന്ന ക്ഷമയല്ലേ നമ്മുടെ മനസ്സിൽ പൊങ്ങി വരുന്നത്? വിശുദ്ധ മരിയ കുര്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താ മനസ്സിൽ പൊങ്ങി വരുന്നത്? അതുകൊണ്ട് നമ്മളെ അടുത്തറിയുന്നവര്, നമ്മുടെ കുടുംബം, നമ്മുടെ ക്ഷമാശീലം അറിയട്ടെ. അതുകൊണ്ട് മറ്റു നമ്മളോടെയുള്ള നേട്ടങ്ങളല്ല അറിയപ്പെടേണ്ടത്, നമ്മുടെ വേദനകളല്ല മനസ്സിലാക്കേണ്ടത്, പിന്നെയോ ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. ഇന്ന് താഴേക്ക് കുറേ കാര്യങ്ങൾ, വിശ്വാസം, സ്നേഹം, സ്ഥൈര്യം, അങ്ങനെ പല കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വേരൂന്നാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ കേട്ട വചനപ്രകാരം ദൈവമേ, മറ്റുള്ളവർ ഞങ്ങളെ കാണുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അറിയേണ്ടത് ഇതാണല്ലോ. ഇതെല്ലാം പാലിക്കാൻ, ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ. ഓരോരുത്തരുള്ളൊരു ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയാണ്. യൂദത്തിൻ്റെ പുസ്തകത്തെ 5-ാമത്തെ അധ്യായത്തിൽ യൂദത്ത് ചില തീരുമാനങ്ങൾ എടുത്തപ്പോൾ ബാക്കിയുള്ളവർ അവളെ അനുഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ഇതെല്ലാം പൂർത്തിയാക്കാൻ വേണ്ട കൃപ ദൈവം തരട്ടെ. കർത്താവേ, ഇതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, ഇതെല്ലാം പൂർത്തിയാക്കാൻ വേണ്ട അത്ഭുതകരമായ കൃപയ കർത്താവേ നൽകണമേ. കൈകൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവകൃപ ചൊരിയൂ, യേശുവിൻ കൃപ ചൊരിയൂ, ആത്മാവിൻ കൃപ ചൊരിയൂ, ആത്മാവിൻ കൃപ ചൊരിയൂ.